നല്ല അഭിപ്രായമല്ലേ? ഇതിൽ കൂടുതൽ നല്ല റോഡ് വേറെ ഇല്ലല്ലോ. ഇത് എത്ര വർഷമായി ഇവരിടുന്ന് കളിക്കുന്നതെന്ന് അറിയാമോ? വാണിയപ്പാറ രണ്ടാംകടവ് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമാവാറായിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികൃതരുടെ നിലപാടിൽ നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ റോഡിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ച് കോറ വേസ്റ്റിട്ട് നികത്തിയിരുന്നു. എന്നാൽ ഈ തട്ടിക്കൂട്ടുപണിയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് കൂടുതലും ദുരിതമായത്. കുത്തനെയുള്ള ഈ ഇറക്കത്തിൽ ഇട്ടിരിക്കുന്ന മണ്ണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പൂർണ്ണമായും താഴേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഈ ചെളിയും മണ്ണും നേരെ ഒഴുകിയെത്തുന്നത് റോഡിന്റെ താഴ്ഭാഗത്തുള്ള പ്രദേശവാസികളുടെ വീട്ടുപറമ്പുകളിലേക്കാണ്. ഓടകൾ മുഴുവൻ ചെളി നിറഞ്ഞ് മൂടിപ്പോയതോടെ മഴവെള്ളം ഒഴുകാനും വഴിയില്ലാതായി. കാലവർഷം ശക്തമായാൽ റോഡിന് നടുവിലൂടെ മഴവെള്ളം കുത്തിയൊലിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. മഴക്കാലം തുടങ്ങും മുൻപ് തന്നെ റോഡ് ഈ അവസ്ഥയിലായാൽ ശക്തമായ കാലവർഷത്തിൽ സ്ഥിതി എന്താകും എന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. നിലവിൽ മെറ്റലും മണ്ണും ഇളകിക്കിടക്കുന്ന റോഡിൽ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോ ടാക്സികളും അപകടത്തിൽപ്പെടുന്നതും പതിവാകുകയാണ്. 3 വർഷത്തോളമായി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അധികൃതരുടെ ഈ നിലപാടിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി മുൻപോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇത് പണി തുടങ്ങിയിട്ട് ഇപ്പം 3ാമത്തെ പ്രാവശ്യം കണ്ട 3ാമത്തെ ആൾക്കാരെങ്ങാണ്ട ഇത് ഇട്ടേച്ച് പോയിരിക്കുന്നത്. ഇതിപ്പം നാട്ടുകാർക്ക് ഒരു ഓട്ടോറിക്ഷ പോലും പോവുകയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ എത്തിച്ചിട്ടേച്ച് ഇപ്പോൾ ആളും ഇല്ല, അഡ്രസ്സും ഇല്ലാത്ത രീതിയിലായി. ഇപ്പം ഇനി എന്ന് കാലത്ത് മഴക്കാലത്ത് ഞങ്ങൾ എന്നാ ചെയ്യുന്നു? ഒരു ഓട്ടോ പോലും പോകുന്നില്ല മര്യാദയ്ക്ക്. അതേ അവസ്ഥയിൽ എത്തിച്ചു. 3 വർഷമായി ഇങ്ങനെ മാറി 3 കോൺട്രാക്ടർമാരോ 4 പേരെങ്ങാണ്ടായെന്ന് പറയും. എന്നാ കാരണമെന്നൊന്നും അറിയത്തില്ല. ഇപ്പം കാനയില്ല, വെള്ളം റോഡിൻ്റെ നടുക്കൂടെ. 2 വർഷത്തോളമായി പണി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇവർ ഇന്നായിട്ട് നാളെയായിട്ട് ടാർ കിട്ടാനില്ല, പോസ്റ്റ് മാറ്റണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുഴപ്പം നടക്കും. അപ്പോൾ ഓരോരുത്തർ മിറ്റമൊക്കെ പൊളിച്ച് ഇങ്ങനെ ഇട്ടേക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫോറസ്റ്റ് ഇട്ടപ്പോൾ ഇനിയിപ്പോൾ മഴയായി, ഇപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH at home 9061 423 423.